വരണം. എന്ത് വേണം? ഇരിക്കണം. എനിക്ക് സ്വാമിജി ഒന്ന് കാണണം. സ്വാമിജി വല്ലതും വിൽക്കാനോ വാങ്ങാനോ ആണെങ്കിൽ ഞാനുണ്ട്. അത് ഞാൻ സ്വാമിജിയോട് പറഞ്ഞോളാം. അദ്ദേഹത്തെ വിളിക്കും. സ്വാമിജി അതിലൊന്നും ഇടപെടാറില്ല. ഈ മാല എത്ര രൂപയ്ക്കുണ്ട്? 3 പവനുണ്ട്. 300 രൂപയ്ക്കുണ്ട്. 300 രൂപയോ? ആ, അതിൽ കൂടുതൽ തന്നാൽ ഞങ്ങൾക്ക് മുതലാകില്ല സാർ. മുതലാകില്ലെന്ന് പറഞ്ഞാൽ അവളിപ്പോ എത്ര രൂപയുണ്ട്? അല്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മതി. നിങ്ങൾ ഇവിടെ കച്ചവടത്തിരിക്കുന്നതോ പിടിച്ചു പറിക്കാനിരിക്കുന്നു? അത് എന്തിനെങ്കിലും ആയിക്കൊള്ളട്ടെ. നിങ്ങളുടെ മാല ഞങ്ങൾക്ക് വേണ്ട. തീർന്നില്ലേ? ഇതാ. എന്ന് പറഞ്ഞാൽ പറ്റൂല. നിങ്ങൾ ഈ ബോർഡും വെച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ടല്ലേ ഞങ്ങളോട് വരുന്നത്? ഇതേക്കുറിച്ച് എനിക്ക് സ്വാമിജിയോട് സംസാരിക്കണം. സ്വാമിജി എവിടെ? അദ്ദേഹം ഇവിടെ ഇല്ല, പുറത്തു പോയിരിക്കുകയാണ്. അദ്ദേഹം വരട്ടെ, എന്നിട്ടേ പോകുന്നുള്ളൂ. അദ്ദേഹം വരാൻ താമസിക്കും. സാർ പിന്നെ വരണം. എനിക്ക് അത്യാവശ്യമൊന്നുമില്ല. സ്വാമിജി കണ്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ആ ശബ്ദം കേട്ടപ്പോഴേ എനിക്ക് തോന്നിയതാണ്. അയാൾ തന്നെ, ആ CID ഇൻസ്പെക്ടർ. സ്വാമിജിയെ കാണാതെ പോകുകയില്ലെന്നും പറഞ്ഞ് അവിടെ ഇരിക്കുകയാണ്. ഓഹോ, അങ്ങനെയാ. ചിലരെ മരണം തേടി നടക്കുന്നു, ചിലർ മരണത്തെ തേടി നടക്കുന്നു. ശരി, ഞാൻ അവനെ അകത്തേക്ക് വിളിക്കാം. അവൻ അവസാനമായിട്ടെങ്കിലും സ്വാമിജിയെ ഒന്ന് ദർശിച്ചുകൊള്ളട്ടെ. അവനിവിടെ വന്നു കഴിഞ്ഞാൽ സംസാരത്തിനിടയിൽ 3 പ്രാവശ്യം ഞാൻ ഈ വടി തറയിലിടിക്കും. 3ാമത്തെ പ്രാവശ്യം ഇടിച്ചു കഴിയുമ്പോൾ ഈ കഠാര അവന്റെ നെഞ്ചിൽ തറച്ചിരിക്കും. വെളിയിൽ നിന്നെറിഞ്ഞാൽ മതി. ശരി സാർ. എന്നെ കാണാൻ വന്നിരിക്കുന്ന ആളിനെ അകത്തേക്ക് അയക്കൂ. യെസ് സാർ. നിങ്ങൾ അകത്തേക്ക് പോകണം. നമസ്കാരം സ്വാമി. വരൂ വരൂ, എന്താണ് കാര്യം? ഞാനൊരു മാല വിൽക്കാൻ വേണ്ടി വന്നതാണ്. വില പറയുന്നതിന് ഒരു മര്യാദയൊക്കെ വേണ്ടേ? ഓഹോ, അതാണോ കാര്യം? ഈ രൂപയും സ്വർണവും ഒന്നും എനിക്ക് പ്രശ്നമല്ല. ഇതെല്ലാം വെറും നശ്വരം. അല്ലാതെന്താ? നിങ്ങൾക്ക് എത്ര രൂപയാണ് വേണ്ടത്? ഞാൻ തരാം. അങ്ങനെ എനിക്ക് രൂപ വേണ്ട. ന്യായമായ വില എന്താണെന്ന് വെച്ചാൽ അത് തന്നാൽ മതി. ശരി, മാല കാണട്ടെ. ഈ പടങ്ങൾ ആരുടേതാണ്? ഇത് എന്റെ അച്ഛന്റെയും അമ്മയുടെയും പടങ്ങളാണ്. കിലുക്കാതെ കിലുങ്ങുന്ന കിലുക്കാം പെട്ടി നിൻ കിങ്ങിണി അരമണി എവിടെ?